സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി ഇത് നോർമൽ ഡേ ആണ്. നമുക്ക് വലിയ പണിയൊന്നുമില്ല, വലിയ പ്ലാനൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ മൊണ്ടി അടിച്ചുകൊണ്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നാട്ടിലെ കൂട്ടുകാരന്മാരായിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോയാലോ ഒന്ന് പ്ലാൻ ചെയ്ത്. ആദ്യം ഷേക്ക് കുടിക്കാനാണ് പ്ലാൻ ചെയ്തത്. ഷേക്ക് കുടിക്കണോ ചായ കുടിക്കണോ? ഒറ്റ മൈൻഡ് ഷേക്ക് കുടിക്കാൻ പോകാം. അപ്പോൾ നമ്മൾ ഷേക്ക് കുടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ബൈക്ക്. ഓ മൈ ഗോഡ് ബ്രോ, V4 ബ്രോ. 4 പേരെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ 4 പേരിൽ ഒരാൾക്ക് ഇച്ചിരി മൊണ്ടിയായിപ്പോയി. അതുകൊണ്ട് നമ്മൾ 3 പേരായിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. അപ്പോൾ ഞാനുണ്ട്, ശ്രീകുട്ടനുണ്ട്, കിച്ചു ഉണ്ട്. അപ്പം കിച്ചു താഴെ വരും. നമ്മൾ ശ്രീകുട്ടൻ്റെ സ്കൂട്ടറും കൂടെ എടുത്തുകൊണ്ടാണ് പോണത്. അപ്പം എൻ്റെ ബൈക്ക് ശ്രീകുട്ടൻ്റെ സ്കൂട്ടർ. അപ്പോൾ അതിൽ നമ്മൾ ഷഫിൾ ചെയ്ത് വണ്ടിയൊക്കെ ഓടിച്ച് പോകും. അതാണ് നിലവിൽ പ്ലാൻ. ആക്ച്വലി ശ്രീകുട്ടന് ഇപ്പോൾ പുതിയൊരു ലൈസൻസ് കിട്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കുത്തിക്കഴപ്പുകളൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ ടോപ്പായിട്ടാണ് ഓടിക്കുന്നത്. പിന്നെ ശ്രീകുട്ടൻ പുതിയ ബുള്ളറ്റ് എടുത്ത് ഗൈസ് ഞാൻ കാണിച്ചു തരാം. ശ്രീകുട്ടൻ എടുക്കാൻ പോണ സ്കൂട്ടർ ഇതാണ്, ആക്റ്റീവ. ചുമ്മാ ഗൈസ്, ആക്റ്റീവ 4G ആണ്. തട്ടും ശ്രീകുട്ടനായിരിക്കും മിക്കവാറും എൻ്റെ ബൈക്ക് എടുക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, എനിക്ക് വ്ളോഗ് ചെയ്യണം. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ നേരെ കിച്ചൻ്റെ അടുത്ത് പോയിട്ട് കാണാം. അതായത് നല്ലത്. എനിക്ക് കൈ പിടിച്ചൊന്നും വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, ഡേഞ്ചറാണ് ഗൈസ്. സോ നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടാണ് പോകുന്നത്. സോ ആര് വണ്ടി എടുത്താലും സേഫ് ഹെൽമെറ്റ് വേണം. നമ്മൾ കിച്ചുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കിച്ചു ഒരു ഹായ് പറയണം. കിച്ചു ഹായ്. ഇതാണ് കിഷു, ശ്രീകുട്ടൻ. അപ്പോൾ നമ്മളിപ്പം ഒരാളും കൂടെ വിളിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. 3 പേരും കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പം സീനാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു 4 പോവാം, അതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ അങ്ങനെ മണിയൻ്റെ ഇഷ്ടത്താണ് പോണത്. നേരെ അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ബട്ടർ സ്കോച്ച് പറഞ്ഞു, ഇവൻ പിസ്ത പറഞ്ഞു. നീ ഏത് പറഞ്ഞ? വാനില. നമ്മൾ 3 ഷേക്ക് പറഞ്ഞു. ഇവിടുത്തെ ഷേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് മത്തി പിടിക്കും. പിന്നെ കുത്തിക്കഴപ്പുകളൊക്കെ കൂടുതലാണല്ലോ. നമ്മുടെ കൂടപ്പിറപ്പാണല്ലോ കുത്തിക്കഴപ്പ് എന്ന് പറയുന്നത്. ഉണ്ട്. പെട്രോളൊക്കെ ഉണ്ട്. റിച്ചാണ് പയ്യൻ. പെട്രോൾ. ഇവന് വേറൊരു വിശേഷപ്പെട്ട ഒരു സ്കൂട്ടർ ഉണ്ട്, ഒരു വെള്ള കളർ. അപ്പോൾ ആ വണ്ടി എന്ന് വെച്ചാൽ ഓട്ടിക്കണമെങ്കിൽ ഇവന് മാത്രമേ പറ്റുള്ളൂ. ഇവനും ഇവൻ്റെ അച്ഛന് മാത്രമേ പറ്റുള്ളൂ. വേറെ ആർക്കും ആ സ്കൂട്ടർ ഓട്ടിക്കാൻ പറ്റില്ല. ആ സ്കൂട്ടറിന് റേഡിയസ് കുറവാണ്. വണ്ടി വളയ്ക്കണമെങ്കിൽ ഒരു സൈഡ് ഒരു ചന്തി ഇങ്ങനെ താത്തി ഇങ്ങനെ സൈഡിൽ വെച്ചാൽ വണ്ടി വളയും. എങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ കാണിച്ചിട്ട് അല്ല, നീ ആ സ്കൂട്ടർ എടുക്കാത്ത എന്താ? പകുതിയിൽ ഒരു കട്ടർ വയ്ക്കുമ്പോൾ എഞ്ചിൻ ഊരി വീഴും. ഇവിടെ നമുക്ക് ഷേക്ക് കുടിച്ച് നമ്മൾ മലമുകളിൽ പോകാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട്. കൺഫേം തന്നെ, ഒറ്റ മൈൻഡ് തന്നെ. ഒറ്റ മൈൻഡ് നീയും പറ. ഒറ്റ മൈൻഡ്. സെറ്റ് ഷേക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ബട്ടർ സ്കോച്ചാണ് പറഞ്ഞത്. നീ ഏത് പറഞ്ഞ? വാനില അല്ലേ? ശ്രീകുട്ടൻ പിസ്തേ. എനിക്ക് പറയണമെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഈ ചാനൽ ആക്ച്വലി കോണ്ടന്റ് ബേസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഫിറ്റ്നസ് പരമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ എൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കുറച്ച് പോർഷൻസ് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഫിറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് കാര്യം, അവിടെ വെച്ച് നടക്കുന്ന ഫണ്ണും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യം, പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഫൺ എൻ്റർടൈൻമെൻറ്റ് കാര്യം, ഒരു ഡെയിലി വ്ളോഗ് എന്ന് പറയാം, കൈൻഡ് ഓഫ് ഡെയിലി വ്ളോഗ്. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ആൻഡ് ഓൾസോ ഞാൻ ഇപ്പം ഈ ഫിറ്റ്നസ് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഞാൻ ഷേക്ക് കുടിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് നിലവിൽ കറൻ്റ് ഞാനിപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല. ഞാൻ സാധാ ഫുഡും കാര്യങ്ങളും കഴിച്ചാണ് പോകുന്നത്. ബട്ട് ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ എന്തായാലും ഡയറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ഇട്ട് പോകാനാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ. ബട്ട് ഇൻ ഫ്യൂച്ചർ നമ്മൾ ഒരു കിട്ടുന്ന കോണ്ടൻസ് ഒക്കെ കൊണ്ടുവരും. അത് അത്യാവശ്യം ഒരു ടോപ്പ് സാധനം ആയിരിക്കും. ഐ ഹോപ്പ് ഗോഡ് ഗ്രേസ് നമുക്ക് നന്നായിട്ട് ചെയ്യണം. അപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങൾ അന്നേരം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പം അത് അത്യാവശ്യം ഇച്ചിരി ടോപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്താണെന്നൊന്നും ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. അത് ടോപ്പായിരിക്കും, ഇവർക്കൊക്കെ അറിയാം അത് ടോപ്പായിരിക്കും. ബ്രേക്കപ്പ് ആയില്ല, അങ്ങനെ നിൽക്കുന്നു. ഇതിൻ്റെ എത്രാമത്തെ അല്ലേ? മൂന്നാമത്തെ. ആദ്യം ഒന്ന് പെണ്ണൊന്നും ഇല്ലാതിരിക്കാൻ നല്ലത്. മനസ്സമാധാനം ജീവിച്ച് പോകാം. ഞാനൊരു കാര്യം പറയാം, നമ്മൾ എവിടെ പോകണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും അവരെ വിളിച്ച് പറയണം. അവരുടെ അടുത്ത് മറ്റത് പറയണം, മറിച്ചത് പറയണം. റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഒന്നുമില്ല, നമുക്ക് പയ്യന്മാരിട്ട് പോകണമെങ്കിൽ പോവാം. അവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ഒന്നുമില്ല. പക്ഷെ കിച്ചു കുറച്ച് ചെറിയ സ്കീമൊക്കെ ഉണ്ടാകും, ഞാൻ പറയണില്ല. യൂട്യൂബ് വരണോണ്ട് ഞാൻ പറയണില്ല, കുറച്ച് സ്കീമൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഷേക്ക് കുടിച്ച് കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ പ്രസവിക്കും. അമ്മോ, നമുക്ക് മലമുകളിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, കിച്ചൊരു ടോപ്പ് റൈഡറാണ്. വഴി പോണ പെമ്പിള്ളേരൊക്കെ കാണുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടി പോകും. പക്ഷേ എവിടെയെങ്കിലും ഇടിച്ച് കിടക്കും. അതാണ് അവരുടെ മെയിൻ പരിപാടി. സോ ഗൈസ്
ഇവിടെ ഞാൻ വന്നത് വേറെ ഒന്നുമില്ല, ഈ വഴി കൂടെ പോയപ്പോഴത്തേക്ക് എനിക്ക് നൊസ്റ്റാൾജിക് ഫീലുള്ള ഒരു ഏരിയ ആണ്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കും അതേപോലെ തന്നെ ഭയങ്കര എന്താണ് മെമ്മറി ഉള്ള ഒരു സ്ഥലമാണ് ഇത്. അതുകൊണ്ട് ഈ വീടുണ്ടല്ലോ, ഞാൻ 10ാം ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നത്, എൻ്റെ 10th ഇവിടെ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ഈ വീട് ആക്ച്വലി മഞ്ഞമ്മ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. ആശി ചേട്ടൻ, മോൾട്ടി, മഞ്ഞമ്മ, വാപ്പച്ചി എല്ലാവരും താമസിച്ച വീടാണ്. എന്നുവെച്ചാൽ എൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ ഫാമിലി ഫുൾ ഇവിടെയാണ് താമസിച്ചത്. അപ്പം അമ്മേൻ്റെ ചേച്ചിയാണ് എന്നെ 10 പഠിപ്പിച്ചത്. അപ്പം മഞ്ഞമ്മ കാരണം ഞാൻ 92% പാസ്സായി, ടോപ്പ് മാർക്കിൽ പാസ്. എല്ലാം ക്രെഡിറ്റ് മഞ്ഞമ്മയ്ക്കാണ്. 1 വർഷത്തോളം ഞാൻ ഇവിടെ ആയിരുന്നു. രാവിലെ വരും, രാവിലെ തൊട്ട് രാത്രി വരെ ഇവിടെയാണ് പഠിത്തം. ചില ദിവസങ്ങൾ ഇവിടെ സ്റ്റേ ആണ്, ഇവിടെ സ്റ്റേ അടിച്ചിട്ട് പോകും. ഇവിടെ ലീലാമ്മ ഉണ്ടായിരുന്നു, അമ്മേൻ്റെ ഉമ്മയും വാപ്പയും ഇവിടെയാണ് താമസിച്ചത്. ഗൈസ്, ഇതാണ് വീട്. ഇവിടെ ഞാൻ പഠിക്കുന്നു, ഇവിടെ ചേട്ടൻ്റെ മുറി, അങ്ങനെ അങ്ങനെ ഓരോരോ കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. യാ, സോ മച്ച് മെമ്മറീസ്. യാ, അപ്പോൾ ഓക്കെ. ഗൈസ്, അങ്ങനെ നമ്മൾ മലമുകളിൽ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ടാണ് പറഞ്ഞത്, ഉമ്മ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. കിടിലം വ്യൂ. അളേ, ഇത് സത്യം നല്ല വ്യൂ ആടാ, ടോപ്പായിട്ട് ഇരിപ്പുണ്ട്. ശ്രീകുട്ടൻ ഭയങ്കര ബിസിയാണ്, കാരണം അവൻ്റെ ഗേൾ ഫ്രണ്ട് ബ്രേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവൻ ബ്രേക്കപ്പ് പ്രൊസീജിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യാ, അത് നീ കണ്ടിന്യൂ ചെയ്തോ, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണില്ല. ഇവിടെ വേറൊരുത്തൻ്റെ കഥയുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല ഗൈസ്, ഇവന്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പയ്യന്മാരെന്ന് വെച്ചാൽ നമ്മളെ കൂട്ടത്തിലുള്ള കുറച്ച് ഗ്യാങ്ങിലെ അതെ നമ്മൾ ചേർന്ന ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇവന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. എന്നിട്ട് നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല നല്ല ഒരു പെൺകുട്ടീൻ്റെ നല്ല കുറച്ച് ഐശ്വര്യമുള്ള 2-3 ഫോട്ടോ എടുത്ത് ഇവന് ഇൻസ്റ്റയിൽ അയച്ചു കൊടുത്ത്, ഐശ്വര്യമുള്ള ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവ അതിലങ്ങ് വീണുപോയി. താങ്ക്സ്, പ്ലീസ് സെൻഡ് മീ വൺസ് മോർ. റിപ്ലൈ, ഇവന്റെ റിപ്ലൈ ആണ്, പ്ലീസ് സെൻഡ് മീ വൺസ് മോർ, ഐ ബെഗ് യു. അങ്ങനെ അവസാനം പൊക്കി. അതിനുശേഷം ഉള്ള ഏരിയയിലുള്ള എല്ലാണോ ഇപ്പൊ എന്തെങ്കിലും ഭാഗിച്ചു വാ തുറന്ന മീനാക്ഷി എന്നൊരു വിളി വിളിക്കും. മീനാക്ഷി അവന്റെ ഉണക്ക മോന്താണ് എനിക്ക് ഓർമ്മ. യാദവിന്റെ പ്ലാവോട്, കുരിക്കാട്, കൊടുങ്ങാനൂർ 3 ഏരിയയും കൂടി ചേർന്ന അക്കൗണ്ട്. മാക്സിമം ഒറ്റ ലൈഫേ ഉള്ളൂ, എൻജോയ് ചെയ്യുക. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല ഫ്രണ്ട്സിനെ നോക്കുക, തേക്കണ ഫ്രണ്ട്സിനെ എടുക്കൽ അനുഭവിക്കേണ്ടി വരും. എനിക്ക് അത്രേ പറയുള്ളൂ. ഈ പയ്യന്മാരെ ടോപ്പ് സോ ഒറ്റ ലൈഫോട് മാക്സിമം എൻജോയ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. പക്ഷെ ടോപ്പ് വ്യൂ ആട്ടെ ഇവിടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നും ഞാൻ പറയാനില്ല, അത്രേ ഉള്ളൂ. ബൈ. ബാക്കി ഇവിടെ കുറെ കഥകളൊക്കെ ഇനി വരാനിരിക്കുന്നു. 1-2 ബ്രേക്കപ്പ് പാർട്ടി ഒക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. അപ്പോൾ സീ യു സൂൺ ഗൈസ്, ബൈ.